എന്തായാലും അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. അവിടെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം അവസാനിച്ചിട്ടുണ്ട് എന്നാണ്. കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ നിന്ന് മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഓരോരുത്തരുടെയും ആ പ്രതികരണങ്ങളിൽ നിന്ന് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഒരു സ്നേഹ സാമീപ്യമായിരുന്നു എസ് ജാനകിയമ്മ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ക്രിസ്റ്റീന പ്രജിൻ, ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് ആരംഭിച്ചതാണ് കോളേജ് ഗ്രൗണ്ടിലുള്ള പൊതു ദർശനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അവിടെ കണ്ട കാഴ്ചകളൊക്കെ അത്രയധികം ജാനകിയമ്മയെ സ്നേഹിച്ചിരുന്നു ഓരോ ആളുകളും എന്നുള്ളതാണ് നമുക്ക് ആ കാഴ്ചകളെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നത്. ഇനി അല്പസമയം കൂടി മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ നേരിട്ട് കണ്ട ആളുകൾ, ചിത്ര ചേച്ചിയാണെങ്കിലും സുജാത ചേച്ചിയാണെങ്കിലും ഒക്കെ അത്ര അധികം മനോവിഷമത്തിലാണ് അവരൊക്കെ ജാനകിയമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. അത് ഈ പറഞ്ഞ പ്രശസ്തരായ ആളുകൾ മാത്രമല്ല, വളരെ സാധാരണക്കാരായ ആളുകൾ, ജാനകിയമ്മയെ സ്നേഹിച്ചിരുന്ന ആളുകൾ, പാട്ടുകളെ സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ എത്തുമ്പോൾ കണ്ണീരണിയാതെ അവർ അവിടുന്ന് ആ ഗ്രൗണ്ട് വിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അത്രയധികം ആളുകളുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്റെ ശബ്ദത്തിലൂടെ നേടിയെടുത്ത ഒരാൾ തന്നെയായിരുന്നു. എന്തായാലും ഒരു വലിയ നഷ്ടമെന്ന വാക്കുപോലും അവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അത്രയധികമാണ് ആ ഒരു വിയോഗം ഉണ്ടാക്കുന്ന ഒരു വിടവെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. നൂറുകണക്കിന് ആളുകളാണ് ജാനകിയമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അവിടുത്തെ മൈസൂരുവിലുള്ള സ്വകാര്യ എസ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ രീതിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ മന്ത്രി യതീന്ദ്ര പ്രഖ്യാപിച്ചിരുന്നു. അത്രയധികം ഇപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ സംസ്കാര ചടങ്ങും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് പിരിയുക. എന്തായാലും അവിടെ ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥ തന്നെയാണ്. ഈ പറഞ്ഞ രീതിയിൽ അവിടെ ജാനകിയമ്മയെ കാണാൻ വരുന്ന ഓരോ ആളുകളാണെങ്കിലും അത് പ്രശസ്തർ പങ്കുവച്ച വാക്കുകൾ മാത്രമല്ല, അതല്ലാതെ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ എത്തുമ്പോഴും അവർക്ക് ജാനകിയമ്മയുമായുള്ള ബന്ധമൊക്കെ അവർ പറയുന്നതും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അത്രയധികമാണ് ഈ പറഞ്ഞ രീതിയിൽ ജാനകിയമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലെഗസി എന്ന് പറയുന്നത്. എന്തായാലും അത് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളല്ല, ഏകദേശം 7 പതിറ്റാണ്ട്, 69ാമത്തെ വർഷമാണ്, 87ലാണ് ജാനകിയമ്മയുടെ ശബ്ദം ആദ്യമായി കേൾക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായി ജനങ്ങൾ കേൾക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ എടുത്താൽ ഏകദേശം 48,000-ഓളമാണ് പാട്ടുകൾ വിവിധ ഭാഷകളിൽ. എല്ലാ ഭാഷക്കാർക്കും തങ്ങളുടെ അമ്മ എന്ന രീതിയിൽ തോന്നുന്ന തരത്തിൽ തന്നെയായിരുന്നു ജാനകിയമ്മ ഓരോ പാട്ടും ചെയ്തു വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഠിനാധ്വാനത്തിന്റെ കാര്യത്തിലായാലും ശരി, ഒരു പാട്ട് അത് അത്ര വൃത്തിയിൽ തന്നെ ചെയ്യണം, അത് ഏത് ഭാഷയിലാണെങ്കിലും ശരി, അത് അത്ര വൃത്തിയിൽ തന്നെ ചെയ്യണമെന്നുള്ള കാർക്കശ്യം ഉണ്ടായിരുന്നു ജാനകിയമ്മയ്ക്ക്. അത് ഓരോ ടേക്ക് എടുക്കുമ്പോൾ അത് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടിയും അത് സംഗീത സംവിധായകൻ ഓക്കെ പറഞ്ഞാൽ പോലും അത് പറ്റില്ല, തനിക്ക് തന്നെ അത് വീണ്ടും പാടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പെർഫെക്ഷൻ, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ പാട്ടുകൾ. അത് നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഒരു വലിയ നഷ്ടം, വലിയൊരു വിയോഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ വാക്കുകളിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം അത് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെ തന്നെയാണ്. അത്രയധികം പ്രിയപ്പെട്ട ജാനകിയമ്മ ഇനിയില്ല എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. അത് പലരും പറഞ്ഞിരുന്ന കാര്യവും അത് തന്നെയാണ്. എന്തായാലും ഈ പാട്ടുകൾ, അത് ആ ശബ്ദം, ആ മനോഹരമായ ശബ്ദം ഇനിയും നിലനിൽക്കും. ഈ പറഞ്ഞ രീതിയിൽ ഒരു അല്പസമയത്തിന് ശേഷം വിട പറയുന്നത് അദ്ദേഹം മാത്രമാണ്. ബാക്കിയുള്ള 48,000-ഓളം പാട്ടുകളിലൂടെ, വിവിധ ഭാഷകളിലൂടെ അവരുടെ ഒക്കെ അമ്മയായി എന്തായാലും ജാനകിയമ്മ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. വളരെ വികാരപരമായ രംഗങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം വരുന്ന എല്ലാവരും തന്നെ ആ രീതിയിലായിരുന്നു ജാനകിയമ്മയെ കുറിച്ച് പ്രതികരിച്ചതാണെങ്കിലും ശരി. എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. മൈസൂരുവിലുള്ള സ്വകാര്യ എസ്റ്റേറ്റിലാണ് ചടങ്ങുകൾ നടക്കുക. ക്രിസ്റ്റീന. ശരി, മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.